വളരെ കാലിക പ്രസക്തമായ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. വളരെ പേടിപ്പെടുത്തുന്ന, വളരെ ഭീതിതമായ വാർത്തകളാണ് ദൈനംദിനം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതയുടെ വളരെ വേദനിപ്പിക്കുന്ന കഥകളാണ് നാം ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലഹരി കഴിക്കുക എന്നത്, മദ്യം ഉപയോഗിക്കുക എന്നത് ഒരു വലിയ ട്രെൻഡായി, വലിയ ആവേശമായി മനസ്സിലാക്കുന്നൊരു സന്ദർഭമാണിത്. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും മറ്റു വിദ്യാഭ്യാസ കലാലയങ്ങളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളെ, ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെ മദ്യത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് വലിച്ചഴക്കാൻ വേണ്ടി 1000 കഴുക കണ്ണുകളോടുകൂടിയാണ് ലഹരി മാഫിയകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാൻ മസാലകളും ബ്രൗൺ ഷുഗറും മറ്റു ലഹരി പദാർത്ഥങ്ങളും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ജീവിതത്തിൽ വലിയ ആവേശമായി, വലിയ ട്രെൻഡായി ഗണിക്കപ്പെടുന്നൊരു കാര്യം. കല്യാണങ്ങളും മറ്റു ആഘോഷ പരിപാടികളും മദ്യമില്ലാതിരുന്നാൽ, ലഹരി ഇല്ലാതിരുന്നാൽ അത് ഒന്നുമല്ല എന്നുള്ളിടത്തേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്തൊരു ദുരവസ്ഥയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ ശ്രദ്ധേയമാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, എന്റെ നല്ലവരായ ഉമ്മമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പൊന്നാര മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, മറ്റു വിദ്യാഭ്യാസ കലാലയങ്ങളിലേക്ക് നാം പറഞ്ഞയക്കുമ്പോൾ എന്റെ മകന്, എന്റെ മകള് ഒരിക്കലും മദ്യത്തിന്, മയക്കുമരുന്നിന്, മറ്റു ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയില്ല, ഉപയോഗിക്കുകയില്ല എന്ന വല്ലാത്തൊരു വിശ്വാസത്തോടു കൂടിയാണ് നാം മക്കളെ പറഞ്ഞയക്കുന്നത്. ആ നിലക്കുള്ള നല്ല വിശ്വാസം നമ്മുടെ മക്കളെ പറ്റി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ നല്ലൊരു വിശ്വാസം മക്കളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കളിലേക്ക് 100 കണ്ണുകളോടുകൂടി നാം ശ്രദ്ധിക്കണം. കാരണം എന്തേ? ഇന്നത്തെ സാഹചര്യം അത്രക്കും വലിയ മലീമസമാണ്. അത്രക്കും വളരെയേറെ തെറ്റുകളിലേക്ക്, ദുഷ്പ്രവൃത്തികളിലേക്ക്, മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെടാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ലത് ഉൾക്കൊള്ളുവാൻ, നല്ലത് ജീവിതത്തിൽ പകർത്തുവാൻ, നല്ലതിലായി ജീവിക്കാനുള്ള പക്വതയോടെ, പാകതയോടെയാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കപ്പെടുന്നത്, പ്രസവിക്കപ്പെടുന്നത്. അതേ സമയത്ത് അവനെ കള്ളുകുടിയനാക്കുന്നത്, അവനെ വ്യഭിചാരിയാക്കുന്നത്, അവനെ തമ്മാടിയാക്കുന്നത്, റൗഡിയാക്കുന്നത്, ദുഷ്പ്രവൃത്തിയിലേക്ക് അവനെ നയിക്കുന്നത് സാഹചര്യങ്ങളാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ടുകൊണ്ടാണ് പല ആളുകളും തെറ്റിലേക്ക് വഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വളരെ അച്ചടക്കത്തോടെ, വളരെ സൗമ്യതയോടെ, വളരെ നല്ല നിലക്ക് ജീവിക്കുന്ന നമ്മുടെ മക്കൾ, അവരെ കയ്യിൽ വേണ്ടാത്തരങ്ങളില്ല, അവരെ കയ്യിൽ ദുഷ്പ്രവൃത്തികളില്ല. പക്ഷേ അവർ സ്കൂളുകളിൽ കടന്നു ചെല്ലുമ്പോൾ, കോളേജുകളിൽ കടന്നു ചെല്ലുമ്പോൾ തന്റെ കൂട്ടുകെട്ടുകൾ, തന്റെ കൂട്ടുകാർ ഏത് രൂപത്തിലാണ് അവരുടെ നടത്തമുള്ളത്, അവരുടെ ജീവിത ശൈലികൾ ഏത് രൂപത്തിലുണ്ട്, അതനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളുടെ
ഭാവി ജീവിതം നിർണയിക്കപ്പെടുന്നത്. എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ ഒരുപക്ഷെ തന്റെ കൂട്ടുകാര്, തന്റെ ചങ്ങാതിമാര്, തന്റെ സഹപാഠികൾ ഏതെങ്കിലും ഉല്ലാസ സമയങ്ങളിൽ കളിക്കടങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കുമ്പോൾ, അതേപോലെ തന്നെ മറ്റു ലഹരിയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഉപയോഗിക്കുന്ന സമയത്ത്, നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ബോധമുള്ള തന്റെ ഇടമുള്ള നമ്മുടെ കുട്ടികൾ ആദ്യമൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കും. വീണ്ടും വീണ്ടും തന്റെ കൂട്ടുകാർ തന്നെ നിർബന്ധിപ്പിക്കുന്ന സമയത്ത്, തന്നോടിങ്ങനെ പറയുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നത് കണ്ട് തെല്ല് കുറേശ്ശെ അവരുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നാം വിവരം അറിയുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ ഒരു അടയാളങ്ങളും അവരിൽ കാണുന്നില്ല. അങ്ങനെ നാം അവരെ പറ്റി വിചാരിക്കുന്നു, അവര് ഒരിക്കലും ലഹരി ഉപയോഗിക്കൂല, അവരൊരിക്കലും വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂല എന്നൊക്കെ നാം വിചാരിക്കുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ, ആഴ്ചകൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ ലഹരി അവർ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി തന്റെ വീട്ടിലേക്ക് കയറി വരുന്ന തന്റെ പൊന്നോമനയുടെ ജീവിതത്തിലുള്ള, സംസാരത്തിലുള്ള, പ്രവർത്തനത്തിലുള്ള, ഇടപെടലുകളിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ കുറേശ്ശെ മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടുകയാണ്. ആ സമയത്ത് മക്കളെ നിയന്ത്രിക്കാൻ നോക്കുമ്പോഴേക്ക് തന്റെ പിടുത്തത്തിൽ നിന്ന് കൈവിട്ടു പോയിട്ടുണ്ടാകും. ആ നിലക്ക് അവരതിന് അടിമപ്പെട്ടു പോയാൽ പിന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കുക വല്ലാത്ത പ്രയാസകരമായ, ശ്രമകരമായ വല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞേക്കുമ്പോ അവരെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണ്, ആരോടൊക്കെയാണ് അവർ കൂട്ടുകൂടുന്നത്, എവിടേക്കൊക്കെയാണ് അവർ പോകുന്നത്, അവരെ പ്രവർത്തനങ്ങൾ എന്ത്, അവരെ ശൈലികൾ എന്ത്, അവരെ ജീവിത ചുറ്റുപാടുകൾ എന്ത് എന്ന് 100 കണ്ണോടെ അവർ ശ്രദ്ധിച്ചാൽ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, നമുക്ക് ഖേദിക്കേണ്ടി വരില്ല, നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. അല്ലാതിരുന്നാൽ കൈപ്പേറിയ അനുഭവങ്ങൾ, വല്ലാത്ത വിഷമകരമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക. കേൾക്കുന്നില്ലേ നിങ്ങൾ? എത്രയെത്ര വാർത്തകളാണ്, ദാരുണമായ, വേദനാജനകമായ എത്രയെത്ര വാർത്തകളാണ് ഇന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് ഉമ്മായുടെ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ച് കൊല്ലുന്ന രംഗങ്ങളും, തന്റെ പിതാവിലേക്ക് ആഞ്ഞടിച്ച് വലിയ കടാരകൾ ഉപയോഗിച്ച് കൊന്നുകളയുന്ന രംഗങ്ങളൊക്കെ എത്രയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുല്ലാഹ്, വളരെ പ്രയാസപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നാം വളർത്തിയുണ്ടാക്കുന്ന മക്കൾ, ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, തന്റെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തനിക്ക് താൻ ഗർഭിണിയാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വല്ലാത്ത സന്തോഷമുണ്ടെങ്കിലും ആ ഗർഭമായത് മുതൽ ഛർദി തുടങ്ങി, അതേപോലെ തലചുറ്റലുകൾ തുടങ്ങി, ക്ഷീണങ്ങൾ തുടങ്ങി, ശരിക്കൊന്ന് അന്നം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുകയാണ്. ഈ നിലക്കാണ് നമ്മുടെ കുട്ടികളെ നാം ഗർഭം ചുമന്നത്. അങ്ങനെ ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും എത്ര ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവരെ നാം ഗർഭം ചുമന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് ചെരിഞ്ഞു കിടക്കുന്ന ഉമ്മാക്ക് ഗർഭിണിയായ ഒരു സഹോദരി ചെരിഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഒന്ന് മലർന്നു കിടക്കണമെങ്കിൽ, എതൊരു ദിശയിലേക്കൊന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ ശരിക്കൊന്ന് ചെരിഞ്ഞു കിടക്കാൻ കഴിയൂല. ഒന്ന് എണീറ്റിരുന്നിട്ട് വേണം മറ്റൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ. ഈ നിലക്ക് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഗർഭം ചുമന്നത്. മരണത്തിന്റെ പകുതി വേദനയും അനുഭവിച്ച് നൊന്ത് പ്രസവിച്ച നമ്മുടെ മക്കൾ, ആ മക്കളെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രൂപത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാ നാം അവരെ വളർത്തിയെടുത്തത്. ആ മക്കൾ വളർന്നു വന്നാൽ അവർക്കൊരു പ്രായമെത്തുമ്പോ, നമുക്കെന്തെങ്കിലും ക്ഷീണങ്ങൾ സംഭവിക്കുമ്പോ, ആ മക്കളുടെ ഖിദ്മയും പ്രതീക്ഷിച്ച്, ആ മക്കളുടെ സേവനവും പ്രതീക്ഷിച്ച് ഇരിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഈ കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സുബ്ഹാന ജല്ല ജലാലുല്ലാഹ്, ഓരോ വാർത്തകൾ കേൾക്കുമ്പോ എത്ര പെടയാറുണ്ട് മനസ്സുകൾ. 10 മാസം ഗർഭം ചുമന്ന ഉമ്മയെ ഏതൊരു മാർവിടത്തിൽ നിന്നാണോ അമ്മിഞ്ഞപ്പാൽ ഈമ്പി കുടിച്ചത് എങ്കിൽ
ആ മാറുപിടത്തിലേക്ക് ആഞ്ഞടിക്കാനും മൂർച്ചയേറിയ കടാരകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മാതാവിനെ കൊന്നുകളയാനും എവിടെ നിന്നാണ് ഈ മകന് ധൈര്യം വന്നത്? അതേപോലെ തന്നെ ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്യുന്ന പിതാവ് വിദേശ രാജ്യങ്ങളിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ജോലിയെടുക്കുന്നത് തന്റെ ഒരു ചാൺ വയറിന് വേണ്ടിയല്ല, തന്റെ ഒരു ചാൺ വയറ് നിറക്കുന്നതിന് വേണ്ടിയല്ല അവിടെ കഠിനാധ്വാനം ചെയ്യുന്നത്. മറിച്ച് അവരുടെ മക്കളെ, അവരുടെ ഭാര്യയെ, കുടുംബത്തിനെ പോറ്റി വളർത്താനും അവർക്ക് ഭക്ഷണം കൊടുക്കാന്, അവർക്ക് വസ്ത്രം കൊടുക്കാന്, അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കാന് ഇതിനു വേണ്ടിയല്ലേ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നത്? പലപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാർക്കറിയാം, തന്റെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് എന്താണ് അവിടെ ജോലി എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. എന്താണ് അവിടെ ഭക്ഷണമുള്ളത്? ബിരിയാണിയാണ്, കുഴിമന്തിയാണ്, അങ്ങനെ സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോണിന്റെ എതിർഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചോദിക്കുന്നു, ഉപ്പ നിങ്ങൾ എന്താണ് അവിടെ കഴിക്കുന്നത്? ഉപ്പ പറയുന്നുണ്ട്, ഞാൻ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാ കഴിക്കുന്നത്. പലപ്പോഴും ഉണങ്ങിപ്പിടിച്ച റൊട്ടിയും ആ റൊട്ടി കഴിച്ചുകൊണ്ട് തന്റെ വിശപ്പകറ്റുമ്പോൾ ഞാൻ റൊട്ടിയാണ് കഴിക്കുന്നത്, ഉണങ്ങിപ്പിടിച്ച ഈ റൊട്ടിയാണ് കഴിക്കുന്നത് എന്ന് എന്റെ മക്കളോട് പറഞ്ഞാൽ എന്റെ മക്കൾ വിഷമിച്ചു പോകും, എന്റെ മക്കൾ പ്രയാസപ്പെട്ടു പോകും, മാനസികമായി തളർന്നു പോകുമെന്ന് വിചാരിച്ച് ഉപ്പ ആ വിഷയം പറയുന്നില്ല. അതേപോലെ തന്നെ പലപ്പോഴും രോഗങ്ങൾ വരുന്ന സമയത്ത്, മറ്റു വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയോട്, എന്റെ മക്കളോട്, കണ്ണെത്താ ദൂരെ നിൽക്കുന്ന എന്റെ കുടുംബത്തോട് എന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞാൽ അവരുടെ മനസ്സ് പടഞ്ഞു പോകും, അവരുടെ മനസ്സ് പ്രയാസപ്പെട്ടു പോകും, അവർക്ക് വല്ലാത്ത വിഷമമായി പോകും. അതുകൊണ്ട് ഞാൻ വിഷമിച്ചാലും, ഞാൻ കഷ്ടപ്പെട്ടാലും, ഞാൻ ഇടങ്ങേറായാലും എന്റെ മക്കള് വിഷമിക്കരുത്, എന്റെ ഭാര്യ വിഷമിക്കരുത്, എന്റെ കുടുംബം വിഷമിക്കരുത് എന്ന നിലക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ചോര നീരാക്കി കഷ്ടപ്പെടുന്ന രക്ഷിതാക്കന്മാർ നമ്മുടെ നാടുകളിലും ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്? നമ്മുടെ മക്കളെ പോറ്റാനല്ലേ. എന്നാൽ അതേ മക്കളുടെ കരങ്ങളെ കൊണ്ട് ഏതൊരു പിതാവിന്റെ മടിയിൽ കടന്നിട്ടാണോ താൻ വളർന്നത്, ഏതൊരു പിതാവിന്റെ കൈ പിടിച്ചിട്ടാണോ നാം നടന്നു ശീലിച്ചത് എങ്കിൽ അതേ പിതാവിന്റെ ശരീരത്തേക്ക് മൂർച്ചയേറിയ കടാര ഉപയോഗിക്കാൻ എവിടെ നിന്നാണ് ഈ മക്കൾക്ക് ധൈര്യം വന്നത്? ഹാൻസിനും പാൻപരാഗിനും ബ്രൗൺ ഷുഗറിനും തുടങ്ങിയ മാരകമായ MDMA വരെ അഡിക്റ്റ് ആയതുകൊണ്ടല്ലേ ഈ ഒരു ധൈര്യം മക്കളിൽ വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഹരി ഉപയോഗിക്കുക എന്നത് തന്റെ സമൂഹത്തിൽ, തന്റെ കുടുംബത്തിൽ, തന്റെ വ്യക്തി ജീവിതത്തിൽ എല്ലാം പ്രയാസപ്പെടാൻ, കഷ്ടപ്പെടാനും എല്ലാവർക്കും ചീത്തപ്പേര് സമ്മാനിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ മക്കൾ പോകരുത്. നമ്മുടെ കൊച്ചനുജന്മാർ ലഹരി ഉപയോഗിക്കാൻ അവർ ഇറങ്ങിത്തിരിക്കരുത്. അതിനുവേണ്ടി അവരെ കൈപിടിച്ചതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർ ലഹരി ഉപയോഗിക്കാത്ത നല്ല ഒരു യുവതലമുറ, നല്ല ഒരു സമൂഹം ഇവിടെ വളർന്നെടുക്കാൻ എന്തു ചെയ്യണം? രക്ഷിതാക്കന്മാരായ നാം വളരെ ശ്രദ്ധയോടെ നമ്മുടെ മക്കളെ വളർത്തണം. അവരുടെ കൂട്ടുകാരെങ്ങനെയാണ്? സുബ്ഹാന ജല്ല ജലാലുല്ലാഹ്, 10 വയസ്സായ 11ഉം 12ഉം വയസ്സായ ചെറിയ കുട്ടികൾ ഇശാ മഗ്രിബിനിടയിൽ, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പഴയ കാലങ്ങളിലൊക്കെ ഇശാ മഗ്രിബിനിടയിൽ യാസീൻ ഓതി, അതേപോലെ മദ്രസയിലെയും സ്കൂളിലെയും പാഠപുസ്തകങ്ങൾ പഠിച്ചതിന് ശേഷമല്ലാതെ ഉമ്മ നമുക്ക് ഭക്ഷണം തരില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും റോഡിലൂടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നടക്കേണ്ടുന്ന, സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥ വരുമ്പോൾ ആ റോഡരികിൽ നാം കാണുന്നത് 10ഉം 11ഉം 12ഉം വയസ്സായ ചെറിയ കുട്ടികൾ ഇശാ മഗ്രിബിനിടക്ക് ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. യാതൊരു ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി നാം വിട്ടയക്കുകയാണ് നമ്മുടെ മക്കളെ, എങ്ങോട്ടൊന്നില്ലാതെ. നമ്മുടെ മക്കളെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വരൂല, ഒരു പ്രയാസവും വരൂല, ഒരു ലഹരിയും ഉപയോഗിക്കൂല എന്ന രൂപത്തിൽ വളരെ എന്തോ ഒരു വിശ്വാസത്തോടുകൂടെ നമ്മുടെ മക്കളെ നാം അയക്കുകയാണ്. ഈ നിലയ്ക്ക് അയക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ വല്ലാത്ത വിഷമകരമായ ദുരവസ്ഥകൾ നമുക്ക് വന്നു പോകുന്നത്. ഒരുപക്ഷെ തറവാട് നല്ല മാന്യമായ തറവാട്, ഇസ്ലാമികമായ ചുറ്റുപാടുള്ള തറവാടാണ്, നല്ല മാന്യമായ കുടുംബമാണ്. ആ കുടുംബത്തിലെ പിതാവാണെങ്കിലോ
5 വക്തിനും പള്ളിയിൽ ജമാഅത്തിൽ വരുന്നവരാ, നല്ല ഹാജിയാരാണ്, നോമ്പെടുക്കുന്നവരാണ്, നല്ലോം സ്വതക്ക ചെയ്യുന്നവനാണ്, നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുമ്പോൾ മദ്യം പറയുന്നവനാണ്, കുടുംബ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുടുംബ കലഹത്തിന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി തലയെടുപ്പോടെ കസേരയിൽ ചാരിയിരിക്കുന്ന അങ്ങനത്തെ പിതാവുള്ള കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിലുള്ള മക്കളുടെ ഈ ദുരവസ്ഥ കാരണമായി, ഈ ദുർനടപ്പ് കാരണമായി തല ഉയർത്തി നടക്കാൻ കഴിയാത്ത എത്ര കുടുംബങ്ങളെ നമുക്കറിയാം, എത്ര തറവാടുകളെ നമുക്കറിയാം. ഇങ്ങനെ നാം നല്ലതുകൾ ചെയ്ത് നല്ല നിലക്ക് ജീവിച്ച് നാം നിസ്കരിച്ച് പള്ളിയിൽ വന്നിരുന്ന് ദീനീ പ്രവർത്തനങ്ങൾക്ക്, പള്ളികൾക്ക്, മദ്രസകൾക്ക്, മറ്റു ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ നിലക്ക് നല്ല നിലക്ക് ജീവിച്ചത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് നമ്മുടെ മക്കളെ കൂടി നാം ശ്രദ്ധിക്കുമ്പോഴേ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ നല്ല നിലയ്ക്ക് നമുക്ക് നടക്കാൻ കഴിയും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരോട്, എന്റെ നല്ലവരായ കുട്ടികളോട്, മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ യുവ സുഹൃത്തുക്കളെ, ഓ നല്ലവരായ സഹോദരന്മാരെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മദ്യം കുടിച്ചു പോകരുത്, ലഹരി ഉപയോഗിച്ചു പോകരുത്. നമ്മുടെ ജീവിതം തകർന്നു പോകും, നമ്മുടെ ജീവിതമാകെ തകർന്നു പോകും, നമ്മുടെ ചുറ്റുപാടുകൾ ആകെ തകർന്നു പോകും. നമ്മുടെ ഉമ്മാക്ക് ദേഷ്യമായി തീരും, നമ്മുടെ പിതാവ് നമ്മെ കൊണ്ട് മാനം കെടും, നമ്മുടെ ഭാര്യമാർക്ക് നമ്മോട് വിഷമമാകും, നമ്മുടെ മക്കൾ വരെ നമ്മുടെ കൈയൊഴിയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഒരിക്കലും മദ്യത്തിന് നാം അടിമപ്പെട്ടു പോകരുത്. ഒരു പക്ഷേ ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും, ഉപ്പ എന്തു പറഞ്ഞാലും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന മക്കളാണെങ്കിലും, ആ നിലക്ക് ഉമ്മയെ വല്ലാതെ ആദരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് നടക്കുന്ന മക്കളാണെങ്കിലും, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലഹരിയിൽപ്പെട്ട് മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ലക്കും ലകാനും കെട്ടുപോയാൽ ഉമ്മയെ നമുക്ക് ഓർമ്മയുണ്ടാകൂല, ആ ഉമ്മയുടെ മുഖത്തടിക്കാൻ നമുക്ക് മടി വരൂല, ആ ഉമ്മയുടെ മുഖത്ത് നോക്കി കയർക്കാൻ നമുക്ക് പ്രയാസം വരൂല. അങ്ങനത്തെ അവസ്ഥ വന്നു പോകും. സുബ്ഹാനല്ലാഹ്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കി ചീത്ത പറയാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഉപ്പയുടെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കാൻ കഴിയുന്നത്. എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരെ നാം വളർത്തുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഒരു ഉമ്മ എന്നോട് കുറച്ചു മുമ്പ് ഒരു വിഷയം പങ്കുവെക്കുകയുണ്ടായി. എന്താണ് ആ ഉമ്മ പറഞ്ഞത്? ഇന്നത്തെ കാലം പോലെയല്ല, പഴയ കാലത്ത് അന്നം കഴിക്കാൻ വകുപ്പില്ലാത്ത, പട്ടിണി കിടക്കുന്ന വല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, 6 മക്കളുണ്ട് എനിക്ക്, ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അന്നം കൊടുക്കാൻ എനിക്കൊന്നിനും സാധിക്കുന്നില്ല, എന്റെ കയ്യിൽ കാശില്ല, അരി വാങ്ങാൻ വകുപ്പില്ല, മറ്റു വസ്തുക്കൾ വാങ്ങാൻ എനിക്ക് വകുപ്പില്ല. ഞാൻ അടുത്ത വീട്ടിൽ ചെറിയ ജോലിക്ക് വേണ്ടി പോയി. എന്തായിരുന്നു ജോലി? അടുത്ത വീട്ടിലെ പാത്രം കഴുകാൻ, അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകുക എന്ന ജോലിയായിരുന്നു എനിക്ക്. അവിടെ തുടക്കാനും അവിടെ അടിച്ചു വാരാനുമുള്ള ജോലി ഞാൻ ഏറ്റെടുത്തു. വർഷങ്ങൾക്ക് മുമ്പാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്ന് ആ ഉമ്മ പറയുകയുണ്ടായി, ഞാൻ അവിടെ ജോലിയെടുത്താൽ എനിക്ക് കൂലിയായി എനിക്ക് തരുന്നത്, ഉച്ചവരെ ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്താൽ ഒരു പാത്രം കഞ്ഞി എനിക്ക് തരും. ആ കഞ്ഞിയാണ് എനിക്കുള്ള കൂലി. ഞാൻ എന്താണ് ചെയ്യുക? ആ കഞ്ഞി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്, ആ കഞ്ഞി കൊണ്ടുവരുമ്പോൾ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നുണ്ടാകും എന്റെ 6 മക്കളും. ഉമ്മ ഇപ്പോൾ വരും, ഉമ്മാന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ എന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന 6 മക്കളുടെ മുമ്പിലേക്ക് ഒരു പാത്രം കഞ്ഞിയുമായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ 6 മക്കൾക്ക് കൊടുക്കാൻ അത് തികയൂല. ഞാൻ ആ കഞ്ഞി ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് വേറെ കുറെ വെള്ളമൊഴിച്ച് ഞാനത് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം ആ കഞ്ഞി എടുത്തിട്ട് ഈ മക്കൾക്ക് ഞാൻ വിളമ്പി കൊടുക്കും. അങ്ങനെ വിളമ്പി കൊടുത്തിട്ട് അവർ വളരെ ആർത്തിയോടെ അത് കുടിക്കും. അത് കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം വരും, വല്ലാത്ത ആവേശം വരും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാൻ അടിച്ചു വാരുന്ന, തുടക്കുന്ന, പാത്രം കഴുകുന്ന ആ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിലുള്ള ഉമ്മ എന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, നിനക്ക് ഞാൻ തരുന്ന കഞ്ഞി രാവിലെ ചായ കുടിക്കാതെയാണ് ഈ എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഒരു ഗ്ലാസ് കാലിച്ചായ മാത്രം കുടിച്ചിട്ട് ഇവിടുന്ന് പാത്രം കഴിച്ച് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി കഠിനാധ്വാനം ചെയ്യുന്ന നീ
നിനക്ക് ഒരു പാത്രം കഞ്ഞി തരുമ്പോൾ നീ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരു മുറുക്ക് പോലും നീ കുടിക്കാതെ അത് മുഴുവനും നിന്റെ മക്കൾക്ക് വേണ്ടി നീ വിളമ്പി കൊടുത്താൽ നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നിനക്ക് കഴിയുമോ? നിനക്ക് എങ്ങനെയാണ് നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുക എന്നോട് ചോദിച്ചപ്പോൾ ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ആ ഉമ്മയോട്, തൊട്ടടുത്ത വീട്ടിലുള്ള ഉമ്മയോട് ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ മക്കൾക്ക് ഈ കഞ്ഞിയിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് എല്ലാവർക്കും മുക്കിക്കൊടുക്കുമ്പോൾ അവർ ആർത്തിയോടെ കുടിക്കുന്നത് കാണുമ്പോൾ, അവർ വയർ നിറച്ചത് കുടിക്കുന്നത് കാണുമ്പോൾ എന്റെ വിശപ്പ് അതോടുകൂടി തീർന്നു പോകും, എന്റെ പ്രയാസം അതോടുകൂടി തീർന്നു പോകും. ഞാൻ കുടിക്കേണ്ടതില്ല, എനിക്ക് അന്നം കഴിക്കേണ്ടതില്ല, എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടതില്ല. എന്റെ മക്കൾ കുടിക്കുന്നത് കാണുമ്പോൾ എന്റെ വിഷമം തീരും, എന്റെ വിശപ്പ് തീരുമെന്ന് ഞാൻ അവരോട് മറുപടി പറഞ്ഞു എന്ന് ഉമ്മ പറഞ്ഞെങ്കിൽ ഇതേ അനുഭവം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ബോധ്യമുണ്ടാകും. ഈ നിലയ്ക്ക് എത്ര അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. ഈ നിലയ്ക്ക് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ നിലയ്ക്കാണ് നമ്മുടെ ഉമ്മമാര് നമ്മെ വളർത്തിയത്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ നമ്മെ വളർത്തിയെടുത്തത്. വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളെ പോറ്റി വളർത്തിയത്. നമ്മുടെ മൂത്രങ്ങളും നമ്മുടെ കാഷ്ടങ്ങളും അവരെ കൈ കൊണ്ട് തുടച്ചു മാറ്റിയെടുക്കാൻ ഒരു പ്രയാസവും അവർക്ക് വന്നിട്ടില്ല. ഈ നിലക്ക് പോറ്റിയെടുത്ത ഉമ്മയെ, ഈ നിലക്ക് വളർത്തിയെടുത്ത ഉപ്പയെ അവർക്ക് വളരെ സന്തോഷകരമായി കാണുന്ന മക്കളാകുന്ന നാം, അവരുടെ ജീവിതത്തിൽ വലിയ കൺകുളിർമയാവേണ്ട നാം ഒരിക്കലും അവർക്ക് വിഷമകരമായ രൂപത്തിൽ പെരുമാറാൻ പാടില്ല. അവരോട് നല്ല സൗമ്യതയോടുകൂടി പെരുമാറി അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല മക്കളായി തീരാൻ വേണ്ടി നല്ല നിലക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്